മക്കളെ നീ വാ, ഇത് പിടി, ഇത് പിടി, അങ്ങ് അച്ഛൻ പിടി, ഇവിടെ പിടി, ഇവിടെ പിടി. അപ്പൂന് സുഖാണോ അപ്പു? അപ്പൂന് സുഖം തന്നെ മക്കളെ. എന്ത് എന്ത് അപ്പു ഏത് നേരം ഈ വർക്ക്ഷോപ്പിൽ തന്നല്ലേ? പാവം. പണിയൊക്കെ എങ്ങനെ പോകുന്നു? പണികളൊക്കെ ഉണ്ടോ? മക്കളെ ആ വീട്ടിലായിരുന്ന സമയത്തുണ്ടല്ലേ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പണി കുറവ് മക്കളെ. അതിവിടെ വർക്ക്ഷോപ്പുള്ള കാര്യം എല്ലാരും അറിഞ്ഞു വരണല്ലേ ഉള്ളൂ. അത് തന്നെ. പിന്നെ വല്ലപ്പോഴെങ്കിലും പണി കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ദൈവഭാഗ്യം. എന്റെ അപ്പു ഒരു കാര്യം പറയാലോ, അപ്പു ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ നിന്ന് പണിയെടുക്കണ കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു വിഷമാണ്. എന്തെങ്കിലും സഹായം വേണോ? എന്ത് മക്കളെ നിനക്ക് ഇന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് വലിയൊരു തകരാവാം. അതെ, എനിക്കൊരു സഹായം വേണമായിരുന്നു സാമ്പത്തികമായിട്ടേ. 5-10 വേണമെങ്കിൽ തരാം മക്കളെ. അയ്യോ 5-10 പോരാ, 2000 രൂപ വേണം. 2000 രൂപ? എന്റെ പൈസയൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയല അപ്പു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ എന്തെങ്കിലും കനത്തിന് നമ്മൾ മേടിച്ചു കൊടുക്കണേ, നമ്മള് വലിയ കുടുംബക്കാരല്ലേ. എന്റെ പൊന്നു മക്കളെ കുറച്ച് പൈസ ഭർത്താവിൽ ഉണ്ടായിരുന്നു. ആ പൈസ അവൻ രാവിലെ നുള്ളി പറക്കി കൊണ്ടുപോയി. ആര്? രാമൻ, അല്ലാതെ ആര്? എന്തു ചെയ്യാൻ? അപ്പൊ ഒന്നുമില്ല. ഒന്നുമില്ല മക്കളെ. ഷേടാ, റൂട്ട് മാറ്റി പിടിച്ചു നോക്കല്ലേ? അല്ല, റൂട്ട് മാറ്റി പിടിച്ചു നോക്ക. മണിക്കുട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോവായിരിക്കും. എന്ന് കയറി കൊടുക്ക്, അവൻ തരും. ഞാൻ മേടിച്ചോളാം. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പണിയെടുത്തു. മാക്കൂ നോക്കിക്കത്, ഇത് പിടിച്ചേ പിടിച്ചേ പിടിക്കേ. രാവിലെ ഭക്ഷണം കഴിക്കാത്ത പോലെ ഉണ്ടല്ലോ. എല്ലാ വീട്ടുപണിയും നീ എന്നെ കൊണ്ടാ ചെയ്യിക്കുന്നത്. അലക്ക, വിരിപ്പ്, എല്ലാ പണിയും. അതെ, ഇതൊരു അടിമപ്പണിയാ കേട്ടോ. സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാരെ സഹായിക്കും എല്ലാ പണിയിലും. അതൊക്കെ ശരിയാ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനേ അറിയപ്പെടുന്ന ഒരു കളരിഗുരുക്കളാ. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. അതെ, എന്റെ ശിഷ്യന്മാരെങ്ങാനും ഇത് വന്ന് കണ്ടാലേ നാണക്കേടാ എനിക്ക്. അത് കാണുമ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഇരിക്കത്. പിന്നെ ഇന്ന് ചിഹ്നം ഇല്ലാത്തോണ്ട് എനിക്ക് ഇച്ചിരി പണി കൂടുതലാ. അതുകൊണ്ടല്ലേ ഞാനൊരു സഹായം ചോദിച്ചത്. അതിനിങ്ങനെ പരിഭവിക്കുന്ന എന്തിനാ? അതെ, ഹണിമൂൺ പീരീഡിലൊക്കെ ഇങ്ങനെ ശരീരം ശരിയാകത്തില്ല. ഒരു ഹണിമൂൺ. എനിക്ക് ജോലിക്ക് വേണ്ടതാ. മര്യാദക്ക് സഹായിക്കുന്നുണ്ടോ? തിരിച്ച പതുക്കെ. പിന്നെ മാക്കൂ, ഈ ഹണിമൂൺ കാലത്ത് മാത്രമേ ഭാര്യമാരെന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാരെ അനുസരിക്കും. മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് ഇതൊക്കെ ചെയ്യട്ടാ. ഇച്ചിരി ജോലി അവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെ നടന്ന ഞാനാ? എന്താടി സഹായം വല്ലതും വേണോ? എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ നിനക്ക്. എന്താ ഉദ്ദേശം? കൂട്ടടുത്തേക്ക്. ഈ മാമന്റെ ഒരു കാര്യം, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്റെ മാമൻ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആര്? നിനക്കെങ്കിലും ഇത് മനസ്സിലായോ? അതെ, ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഭാര്യയെ മറ്റു കാര്യങ്ങൾ വീട്ടുജോലിയിൽ സഹായിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭർത്താവിന്റെ ധർമ്മമാണ്. പക്ഷെ ശ്രീകുട്ടി, എന്റെ ഭാര്യ, അവൾ എന്നെ കൊണ്ട് വീട്ടുപണി ഒന്നും ചെയ്യിക്കത്തില്ല. എത്ര പറഞ്ഞാലും അവൾ ഒന്നും ചെയ്യിക്കത്തില്ല. ഞാൻ പിന്നെ നിർബന്ധിച്ചതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ തന്നെ വേണം. ഇതൊക്കെ ആ രാമങ്ങള് കണ്ട് പഠിക്കണം. നിനക്കെങ്കിലും അത് മനസ്സിലായോ? അതെ, ഈ രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആളും മഹാഉഴപ്പനാ. അവനെ ഈ ഉഴപ്പനാക്കിയത് ആരാ? അവന്റെ ഭാര്യ ചിന്നു. യവന് നല്ല ജോലി ഗൾഫിലുണ്ടായിരുന്നാ. പിന്നെ അവിടെ സ്റ്റാർ ഹോട്ടലിൽ തൂപ്പുകാരനായിരുന്നു. അതെല്ലാം കളയിച്ച് നാട്ടിൽ അവനെ കൊണ്ടുവന്ന് കണ്ട ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുത്തിയിരിക്കുക അവള്. അതെ, അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യവൻ ആവശ്യമുള്ള കാശെല്ലാം അവൾ കൊടുക്കും, ചിന്നു കൊടുക്കും. അതാ. കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്. അതെന്താ? കാശ് കിട്ടുന്ന കാര്യം വല്ലതും ആണോ? അതെ, കിട്ടുന്ന കാര്യമാണ്. എനിക്ക് 2000 രൂപ തന്നേക്ക്. എങ്ങനെ? 2000 രൂപ. ഇതല്ല, ഞാൻ 2000 രൂപ നിനക്ക് തരണം. എന്തിന്? മാമ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണേ. അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണം.
അല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന 2000 രൂപയുടെ ഗിഫ്റ്റ്. മാമ, നമ്മൾ ഇത്രയും വലിയ കുടുംബമല്ലേ, പുലിനട കുടുംബം, ചെറുതെന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ രൂപ ഞാൻ തരാം, പക്ഷെ 1000ന്റെ നോട്ടാ. അയ്യേ, എനിക്ക് വേണ്ട. ആദ്യം ഇതുവരെ കളഞ്ഞില്ലേ? എടി അതേ, ഇപ്പഴെന്റെ കയ്യിൽ കാശിന്റെ ഇച്ചിരി കുറവുണ്ട്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇപ്പൊ കുറവാ. അറിയാം നിനക്ക്? ഞാനിപ്പോ ആശ്രയിക്കുന്ന ബാങ്ക് ഏതാണെന്നറിയോ? ശ്രീകു. അവക്ക് നല്ല ജോലി ഇല്ലേ? ഭയങ്കര ശമ്പളമല്ലേ? ചോദിച്ച വല്ലതും കിട്ടും? കിട്ടും കിട്ടും കിട്ടും, ചോദിച്ചു നോക്ക്. അവിടെ ഇന്ന് ശരിക്കും കിട്ടും കാശേ. ചെല്ലേ അപ്പൊ അല്ല ഇതൂടെ കഴി. ഇതൊക്കെ ഒരു ഭർത്താവിന്റെ കടമയില്ലേ? ഭാര്യയെ സ്നേഹിക്കണം, അത് ഡ്യൂട്ടി ആണാണ്. ചെല്ലെ ചെല്ലെ ചെല്ലെ, മനസ്സിലായി. വെണ്ടയ്ക്കൊക്കെ മൂത്തിരിക്കുന്നല്ലോ, നോക്കി വാങ്ങിക്കണ്ടേ. ദാ നീ ഇതൊന്ന് കഴുകിയേ. നന്നായിട്ട് കഴുകണം കേട്ടോ, വിഷാംശമൊക്കെ ഉണ്ടാവും. മാമി, മാമിക്ക് ഇന്ന് ജോലി ഇല്ലേ? മാമി ഉണ്ടല്ലോ, നൈറ്റാ. ആണോ? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? വേണ്ട വേണ്ട. അതെ, എന്നോട് ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ചെയ്തായിരുന്നോ? അതെ, ഞാൻ ചെയ്തില്ല. ചെയ്യാം ചെയ്യാം ചെയ്യാം. എന്തായാലും ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. നിനക്ക് എന്താ ഇത്ര മടി? ഒന്നുമില്ലല്ലേ, നീ ഒരു അന്യ വീട്ടിൽ പോകാനുള്ളതാ, അത് ഓർമ്മ വേണം. അന്യ വീടോ? ഭർത്താവിന്റെ വീട്ടിലല്ലേ പോണ്ടേ? അതന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഇവിടത്തെ ശീലങ്ങളാ അവിടെ ചെന്നും കാണിക്കുന്നത്, കേട്ടല്ല? ശരി. എന്താ അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എനിക്കൊരു 2000 രൂപ കടമായിട്ട് തരൂ. എന്താ? 2000 രൂപ കടമായിട്ട്. നീ ഒരു പഠിക്കുന്ന പെങ്കൊച്ച, നിനക്ക് 2000 രൂപ കടമായിട്ട്? എന്തോ അമ്മീ, പഠിക്കുന്ന പിള്ളേർക്ക് 2000 രൂപ കടം കൊടുത്തൂടെ? നല്ല കുട്ടികൾ അങ്ങനെ ചോദിക്കില്ല. മാമി, എനിക്ക് തരണം, പൈസ തരണം പ്ലീസ്. നിനക്ക് എന്തിനാ പൈസ? അതൊരു ആവശ്യമുണ്ട്. എന്തൊക്കെ ആവശ്യം ഉണ്ടാവും? ഞാൻ എന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ, എങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടാവും? നിനക്ക് ഭക്ഷണം ഇവിടെ നിന്നല്ലേ തരുന്നേ, പിന്നെന്തോന്ന് ഇത്ര ആവശ്യം? അങ്ങനല്ല, ഞാൻ ഇപ്പൊ ചോദിക്കാറില്ല, ഞാൻ ഇപ്പൊ ആദ്യമായിട്ടല്ലേ ചോദിക്കണേ. ആദ്യമായിട്ട് ചോദിച്ചാണ് ഇതൊരു ശീലമാവുന്നത്. എന്തോന്ന് മാമി, നിനക്കിപ്പോ പൈസ അല്ലേ ആവശ്യം? നല്ല പെടയാണ്. പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഞാനൊന്നും പറയണ്ട കേട്ടോ. അല്ലേ ഓരോ ശീലങ്ങള്. കഷ്ടമാണ് നോക്കിക്കോണേ. ഈ സമയത്ത് ആരാണ് അമ്മു? ഹലോ അമ്മു. ആടി. എടി, നീ ഗിഫ്റ്റ് മേടിച്ചോ? മേടിച്ചാ? എടി, നീ മേടിക്കാൻ പോകുമ്പോ എന്നെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ ഞാൻ? പോകുമ്പോ ഞാൻ മേടിച്ചില്ല. ഇല്ല, അത് ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോ മേടിച്ചോണ്ട് വരാം. ഓ എടി, നീ ആ ആര്യയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്താ അതെ, ഞാനും കൂടെ വന്നിട്ട് പോയാൽ മതി. ശരി ശരി ശരി, ഞാൻ വിളിക്കാം, ഇറങ്ങുമ്പോ വിളിക്കാം. ഓടി. ഓ ടയർ കൊണ്ട് വിട്ടാലോ? അയ്യോ, അത് വേണ്ട, എടുത്താ പോകണ്ട. ഇങ്ങനെ എടുത്ത് നോക്കിയാ. ഹലോ കണ്ണാപ്പി, എടാ നീ എവിടെ? എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോടാ? ഓ എടാ, എനിക്കൊരു 2000 രൂപ വേണം. നിന്റെ കാശ് എനിക്ക് വേണ്ട, കുറച്ച് ആക്ര സാധനങ്ങളുണ്ട്, അത് നീ ഒന്ന് വിറ്റ് തരണം. എടാ, അതൊക്കെ ഞാൻ പറയാം, നീ വീട്ടിൽ വാ, ഞാൻ പറയാം. പോടാ, അതല്ല, നീ വീട്ടിലോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഓ ശരി ശരി ശരിയടാ, ഓക്കെ.
ശ്രീകു ഊണൊക്കെ റെഡിയായെന്ന് തോന്നുന്നു. ശ്രീകു ഇവിടെ ആരാ ഈ കെട്ടെടുത്ത് വെച്ചേക്കുന്നേ? കെട്ടോ? ആ അതാണ്ട ഇവിടെ കെട്ട്. എനിക്ക് തേങ്ങയാന്ന് തോന്നുന്നു. തേങ്ങ? അതാ എവിടെ തേങ്ങ? ഇവിടെ ഉണ്ടാക്കുന്ന. ഞാനിപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ, അപ്പൊ ഇവിടെ ചാക്കെട്ട്. വിശപ്പ് കൂടിയിട്ടേ കണ്ണ് കാണാത്ത. സത്യമായിട്ടല്ല, ഇവിടെ ചാക്കെട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഒന്ന് വാ മാക്കൂ, എന്നൊന്ന് സഹായിച്ചേ. അല്ല അത് ഇനി വന്നേ, നിങ്ങൾക്ക് തോന്നിയതാ. ഇതിലിപ്പോ എന്തോന്ന് എടുക്കാം? ചാക്കിക്കൊണ്ട എല്ലാം എടുക്കാം. ഉമ്മച്ചി നീ പിങ്കി ഊണ് കഴിക്കാൻ വിളിച്ചില്ലയോ? ഓ, അവൾ ആ മുറ്റത്ത് ചുറ്റിത്തരിഞ്ഞ് കിടപ്പുണ്ട്. സാധാരണ അവള് ഊണ് ടൈം ആകുമ്പോ കറക്റ്റ് അവിടെ എത്തിയില്ലേ. ഇച്ചിരി കൂടെ ഇടട്ടെ. മാമനെ എനിക്ക് മതി. അങ്ങനെ അവൻ ഊണ് കഴിക്കാൻ അങ്ങനെ താമസിക്കുന്ന സാറിന് അവൾക്ക് അങ്ങനെ പ്രകൃതമില്ലല്ലോ. വിളിക്കാതെ തന്നെ വന്ന് ആരെ കഴിക്കുന്നല്ലേ? ചിലപ്പോ അവൾക്ക് വിശപ്പുണ്ടാവത്തില്ലെന്നേ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇവിടെ ഭൂമിയിലൊക്കെ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നത് രാമും ചിന്നുവും കൂടെ വീട്ടിൽ പോയിരിക്കുകയല്ലേ. അപ്പൊ അവളെ കൂടെ കൊണ്ടുപോകത്തിന്റെ പ്രയാസത്തിൽ നടക്കേ. അങ്ങനെ ആയിരിക്കും. എന്തായാലും വിശക്കുമ്പോ വന്നോളും. നിങ്ങൾ കഴിക്കേ. അല്ല, മോളും എടുത്ത് വെച്ച് കഴി. ഇല്ല മാമ, അവള് വരുമ്പോ അവൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. ഇച്ചിരി കൂടെ ഇട്ടോ. തിരക്ക് പിടിച്ച് കഴിക്കുന്നെന്ത്? അതെ, എനിക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങണം. എവിടെ പോണ? അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. എവിടെ? അപ്പുറത്ത്. എന്താ മാമൻ ഇച്ചിരി കറി. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ചേടാ, ഇവനിത് എവിടെ പോയി കിടക്കണമെന്ന് തോന്നുന്നു. എത്ര നേരം ഞാൻ വിളിച്ചിട്ട്. പിങ്കി എന്താ എന്നോട് വരാൻ പറഞ്ഞേ? എടുക്കണബി, എനിക്ക് അത്യാവശ്യം ഒരു കാര്യമുണ്ട്. പറ പറ പറ. എടാ, എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ കാശില്ല. അപ്പൊ ഞാൻ കുറച്ച് ആഗ്രഹ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് വിറ്റരണം. ഞാൻ മറന്നുപോയാ നീ? ഞാൻ പറഞ്ഞ എന്റെ പൈസ ഞാൻ നിനക്ക് പൈസ തരാന്ന് പറഞ്ഞാ. നിന്റെ കാശ് വേണ്ടത് ഞാൻ പറഞ്ഞാണോ? നിനക്കിത് വിറ്റ് തരാൻ പറ്റൂല്ലേ? വിറ്റ് തരാം. ആക്രി എവിടെ? ആക്രി നമ്മുടെ വർക്ക്ഷോപ്പില്ലേ, വർക്ക്ഷോപ്പിന്റെ ഇപ്പുറത്ത് ഒരു മരം ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ നീണ്ട ഇലയൊക്കെ ഉള്ള. അതിന്റെ സൈഡിൽ ആരും കാണാതെ ഞാൻ 2 ചാക്കി കെട്ടി ആക്രിയിൽ വെച്ചിട്ടുണ്ട്. നീ പോയി എടുക്കണം. നീ ഇപ്പം പോയി എടുക്കണ്ട. ഇപ്പൊ പോയി എടുത്താൽ ശരിയാവില്ല. നീ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കണം. കാരണം ഉച്ച സമയത്തെ മാമനും അപ്പും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പൊ നീ അവിടെ പോയി കഴിഞ്ഞാൽ ആരും കാണൂല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? താങ്ക് യു. ശരി, ഇവിടെ എവിടെയെങ്കിലും മറന്നില്ലെന്നല്ലേ? ഞാൻ വിളിക്കാം കേട്ടോ. നിന്നെ വിളിക്കണേ. ഓ, ആരും കാണില്ലേ? ആരും കാണൂല. ഞാൻ ഇവിടെ നിൽക്കാം. ഒളിച്ചു നില്ലടാ. നീ ഈ മറവ് ഇത്തിരി ഓപ്പൺ ആയി പോയതല്ലേ, കൊണ്ട് മാറിയിരിക്കാം.
നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? നിനക്ക് ഊണൊന്നും വേണ്ട? വേണം. ആ എന്നാ പോയി കഴിക്കുക. കഴിക്കാം. കഴിക്കാം. എന്താ ഒരു വല്ലായ്മ? ഞങ്ങളൂടെ കഴിച്ചു. മഴയുടെ ലക്ഷണം ഉണ്ടല്ലോ. കുട എടുക്കേണ്ടി വരുമോ? ആ സാരമില്ല, പോയിട്ട് പെട്ടെന്ന് നീ വരാനില്ല. ഹലോ. ആ ആ ആ ആ ഞാനിവിടുന്ന് തിരിച്ച് ഇവിടെ ഇച്ചിരി റേഞ്ച് കുറവാ. റേഞ്ച് കള്ള് ഷാപ്പിന്റെ ഒന്നും റേഞ്ച് അല്ല. റേഞ്ച് മൊബൈലിന് റേഞ്ച് കുറവാ. ആ ആ ആ ആ ഞാൻ ഏതായാലും വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം. അല്ല, എടുത്തിയാടി ഒരു കാര്യങ്ങളും ചെയ്യരുത്. അതാ ഞാൻ നേരത്തെ പോലെ പറയുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, കുഴപ്പമില്ല. അല്ല, തക്കത്തിന് കിട്ടുകയാണെങ്കിലേ അവനെ കുനിച്ചു നിർത്തി അവന്റെ കൂമ്പ് നോക്കി 4 ഇട്ടി ഇട്ടിക്കാം. അതിനുള്ളൊരു അവസരം നീ എനിക്ക് തരണം. പറഞ്ഞു കേട്ടല്ലോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ വരുന്നുണ്ട്. ആ അവന്റെ ഒരു കാര്യം. ഇങ്ങനെ താര അടിക്കാൻ പോണ കാര്യം പറഞ്ഞേ. എന്നെ എങ്ങാനും കൈ കിട്ടി ഇങ്ങനെ തിന്നും. ഉറങ്ങിയ? ഹലോ, എടാ കണ്ണാപ്പേ, ഇവിടെ എല്ലാം ഓക്കെയാണ്. അപ്പോ ഉറങ്ങിയിട്ടുണ്ട്. ആ നീ ചാക്കെടുത്ത് പൊക്കോ. ആ ശരി പിങ്കി, ഓക്കെ ഓക്കെ. ഞാൻ എന്താ പറഞ്ഞു? ഓ, വിചാരിച്ചോലല്ലേ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഞാൻ തോറ്റ്. ഞാൻ കള്ളനല്ല മാമ, കള്ളനല്ല ഞാൻ. ഒരു കള്ളനാ സമ്മതിച്ചിട്ടില്ല. കള്ളനാണെങ്കിൽ അല്ലേ കള്ളനെന്ന് സമ്മതിക്കാൻ പറ്റില്ല. എന്താടാ അത്? ആക്രി. എവിടുന്ന്? ആക്രി വർഷാപ്പിന്ന്. എന്റെ വർഷാപ്പിന്ന? എന്റെ വർഷാപ്പിന്ന? എന്റെ അടുത്ത് ആളാ പറഞ്ഞു ഈ വർഷാപ്പിൽ സാധനം എടുക്കാൻ. പിങ്കിയാ? അയ്യോ, മനസ്സാ കർമ്മണ, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോ പിങ്കി, എടാ, ഒരു SI വീട്ടിൽ കയറി പൊട്ടപ്പോലും മോഷണം നടത്തുന്ന എന്തൊരു ധൈര്യമാടാ. ഞാൻ പോലീസിനെ വിളിക്കട്ടെ. അതെ, എനിക്ക് കുറച്ച് പൈസ ആവശ്യം വന്നെടുത്തത്. ആർക്ക്? എനിക്ക്. നിനക്ക് കാശിന്റെ ആവശ്യം വന്നിട്ട് എന്നും പറഞ്ഞു നീ കൊക്കോടാ. എന്തിനായിരുന്നു വേല കാണിക്കണേ? മർമ്മത്തിലെങ്ങാനും കയറി കുത്തിയാ മാക്കൂ കൂട്ടൊരു പണിയായല്ലോ. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ.
അടി. മിണ്ടാട്. വെള്ളം എടുത്തോണ്ട്. വെള്ളം എടുത്തോണ്ട്. എന്റെ അപ്പോ മാമ അയ്യോ നാട്ടുകാരെ ഓടി വരേ. മിണ്ടാതിരി. വെള്ളം എടുത്തോണ്ട് വരട്ടെ വെള്ളം. ആ മാമ അപ്പു പോയി എന്തെങ്കിലും എടുത്തോടാ. മാമ പോയി വെള്ളം എടുത്തോടാ. മാമ നോക്ക് വെള്ളം എടുത്തോണ്ടാ നോക്ക്. വാ, അത് വേണ്ട. വെള്ളം അത് എടുത്തോണ്ട് വേണ്ട, നീ പോയി വെള്ളം എടുക്ക. ഇല്ല വെള്ളം മാമ പോ. എടുക്കടി, വെള്ളം ഞാൻ ഇവിടെ എടുക്ക്. നോക്കാം. അത് വേണ്ട. കണ്ണാപ്പി, കണ്ണാ. വെള്ളം പെട്ടെന്ന് കൊണ്ടുപോവാ. വെള്ളം പെട്ടെന്ന്.